അങ്ങനെ ISLലെ ഇത്തവണത്തെ സീസൺ ആരംഭിച്ചു കഴിഞ്ഞു. മത്സരങ്ങളൊക്കെ തുടർന്നു കഴിഞ്ഞു. രണ്ട് വമ്പന്മാർ തമ്മിലുള്ള ആദ്യ പോരാട്ടം ISL ആരാധകരും മുംബൈ സിറ്റി ആരാധകരും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആരാധകരും എല്ലാവരും കണ്ടു കഴിഞ്ഞു. സോ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടീമിനെ പറ്റിയിട്ട് ചെറിയൊരു ഡിസ്കഷനാണ്. നാളെയാണ് നമ്മളെ മത്സരം വരുന്നത്. ഓക്കെ, വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറേ ഉത്തരങ്ങളൊക്കെ കിട്ടാത്തതുണ്ട്. അതിൻ്റെ പ്രധാന കാരണക്കാർ ഞാൻ ഇന്നും പറയുകയാണ്, നമ്മളെ മാനേജ്മെൻറ്റ് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. നമുക്കിനി എന്ത് ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണക്കാർ അവർ തന്നെ ആയിരിക്കും. കാരണം എല്ലാ സീസണും നമുക്ക് കുറച്ചൊക്കെ സംതൃപ്തിപ്പെട്ടിട്ടായിരിക്കും നമ്മൾ പ്രതീക്ഷകൾ കൊടുക്കുന്നത്. ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ്. അതായത് കുറച്ച് മാനേജ്മെൻറ്റിൻ്റെ കളികളൊക്കെ കാരണം അങ്ങനത്തെ ഒരു പ്രതീക്ഷകൾ നമുക്കില്ല എന്നുള്ളത്. ഇനി നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടീമിൽ ഇനി ആരും വരാനില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ജോഷുവ സിറ്റീരിയയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടാണ് അദ്ദേഹത്തെ നിർത്തിയിട്ടുള്ളത്. ടീമിൽ നിന്നും എന്തായാലും പറഞ്ഞയച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ സീസണിൽ നമുക്കുണ്ടായിട്ടുള്ള തിരിച്ചടി എന്ന് പറയുന്നത് ഇഞ്ചുറീസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിൽ ജോഷുവ സിറ്റീരിയയെ ഉപയോഗിക്കാനായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ബാക്കപ്പ് ഓപ്ഷനായിട്ട് നിർത്തിയിട്ടുള്ളത്. പറയാൻ പറ്റില്ലല്ലോ, പരിക്കായി കഴിഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ, അങ്ങനത്തെ ഒരു ഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും ആരാധകർ ഇങ്ങനെ പറയുന്നുണ്ട് ടീം പോരാ, ആൾക്കാർ പോരാ, കളിക്കാർ പോരാ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കോച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു പ്ലേയിങ്ങിൽ, അതായത് ഈ ഒരു ടീമിൽ പുള്ളിക്ക് പ്ലെയർ സിസ്റ്റത്തിലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി കളിപ്പിക്കട്ടെ. 2, 3, 4, 5, 6 കളികൾക്ക് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഒരു 3-4 കളികൾക്ക് ശേഷം നമുക്ക് തീരുമാനിക്കാം എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന്. പുള്ളിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി ഇപ്പോൾ കളിപ്പിക്കട്ടെ, അതാണ് നമുക്ക് പറയാനുള്ളത് ഉള്ളൂ. പിന്നെ നമ്മുടെ സെൻറ്റർ ബാക്ക് എന്ന് പറയുന്ന കളിക്കാരുണ്ടല്ലോ, അപ്പോൾ സെൻറ്റർ ബാക്കിൽ നമുക്ക് നല്ല ഓപ്ഷൻസുകളുണ്ട്. അതായത് സെക്കൻഡ് ഓപ്ഷൻസ് ആയിട്ടും ഉപയോഗിക്കാനുള്ള കളിക്കാരുണ്ട്, അതുപോലെ മുമ്പോട്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കളിക്കാനും ആൾക്കാരുണ്ട്. ബാക്കിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ നമ്മൾ നല്ല രീതിയിലാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന്. പിന്നെ എല്ലാവരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് പ്രബീർ ദാസിന് എന്തായി എന്ന് പറയുന്ന ഒരു കാര്യം. പ്രബീർ ദാസിൻ്റെ കാര്യങ്ങളൊന്നും കൺഫേം അല്ല, പക്ഷേ പുള്ളി ഇപ്പോഴും ടീമിലുണ്ട്. കാരണം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ടീമിൻ്റെ എല്ലാ ടീം അംഗങ്ങളെയും രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ടീം അംഗങ്ങളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ പ്രബീർ ദാസ് ഉണ്ട് എന്നുള്ളതാണ്. ലോഞ്ചിങ്ങിൻ്റെ ടൈമിലൊന്നും പുള്ളി ഇല്ല. പുള്ളി ഇപ്പോൾ എന്താ പറയുക, ട്രെയിനിങ്ങിനും കാര്യത്തിനൊക്കെ ചേർന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ക്വാഡിലൊക്കെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു ദമ്മിൽ പുള്ളി ഒരു പ്രസൻ്റൊക്കെ ആവണ്ടേ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ക്വാഡിലൊക്കെ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൺഫർമേഷനുള്ള സ്ക്വാഡിലൊന്നും പറയാതിരുന്നത്. ഇനി നമുക്ക് മറ്റൊരു അഭാവം എന്താണെന്ന് വെച്ചാൽ, ജീക്സൺ സിംഗിന് ഇപ്പോഴും ഒരു പകരക്കാരൻ നമ്മളെ ടീമിലില്ല എന്നുള്ളത് പലർക്കും അറിയില്ല. കുറേ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ഫ്രെഡി അവിടെ ഇല്ലേ, ലൂണില്ലേ, വിപിനില്ലേ എന്നൊക്കെ. ആദ്യം തന്നെ നമ്മളെ ടീമിലുള്ളതാണ്. ഈ ഒരു സമയത്തും നമ്മളെ ടീമിൽ കളിച്ചിട്ടുള്ള ഒരു താരമാണ് ജീക്സൺ സിംഗ്. അപ്പോൾ ജീക്സൺ സിംഗിന് ഒരു പകരക്കാരനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു കളിക്കാരനായി മാറുമല്ലോ. അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നമ്മളെ ടീമിലുള്ള തന്നെയല്ലേ. ഇനി വേറൊരു കാര്യം എന്ന് പറയേണ്ടത്, മുന്നേറ്റ നിരയിലുള്ളത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ശക്തി പകരുന്ന ടീമാണ് നമ്മൾ. നോവ സദോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ടോപ്പ് ലെവലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിറ്റ് പോലും പുറകോട്ട് പോവാതെയാണ് കഴിഞ്ഞ സീസണിലെയും മുമ്പത്തെ സീസണിലെയും പോലെ ഇവിടെയും പന്ത് തട്ടാൻ ഒരുങ്ങി തയ്യാറായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ മുഹമ്മദ് ഐമൻ, മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് ഐമനും അതുപോലെ തന്നെയാണ്. ജീസസ് ജിമിനിയസ് നമ്മുടെ പുതിയ താരമാണ്. എങ്ങനെ വെക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. അതായത് പുള്ളിയുടെ പ്രകടനങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ക്വാമി പെപ്ര അത്യാവശ്യം നല്ല ക്വാളിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ മിന്നിത്തിളങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്നാണ് പറയാനുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നോവയും പെപ്രയൊക്കെ ഡ്യൂറൻഡ് കപ്പിൽ നിറഞ്ഞാടിയിട്ടുള്ള പ്രകടനം നമ്മൾ കണ്ടത് തന്നെയാണ്. ചെറിയ ടീമുകളോടാണെങ്കിലും നമ്മൾക്ക് അറിയാം, ബാംഗ്ലൂർ FCയോടാണെങ്കിലും പഞ്ചാബിനോടാണെങ്കിലൊക്കെ നോഹയൊക്കെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു പേരാണ് രാഹുൽ KP എന്ന് പറയുന്നത്. രാഹുൽ KPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നല്ല രീതിയിലൊരു കംബാക്ക് ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് രാഹുൽ നല്ല രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് തിരിച്ചു വരുമെന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. മിക്കവാറും ഒരു പ്രതീക്ഷ എന്നൊക്കെ പറയേണ്ട ഒരു 4-5 ഗോളൊക്കെ നമ്മുടെ ആ ഒരു മലയാളി താരം അടിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. കാരണം പ്രബീർ ദാസിൻ്റെ കാര്യം, അതുപോലെ രാഹുലിൻ്റെ കാര്യം, മുന്നേറ്റത്തിൻ്റെ കാര്യം, പിന്നെ കോച്ചിൻ്റെ തീരുമാനമല്ലേ, അങ്ങനെ നടക്കുകയാണെങ്കിൽ നടക്കട്ടെ. 3-4 മത്സരങ്ങൾക്ക് ശേഷം നമുക്ക് നോക്കാം. അതൊക്കെ എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. അതാണ് ഈ ഒരു വീഡിയോ. സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താണ് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സീസൺ ആരംഭിക്കല്ലേ നാളെ മുതൽ.